നിലവിൽ കേരളം ഭരിക്കുന്ന UDF എന്ന് പറയുന്ന സംവിധാനത്തിനുള്ളിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അസ്വസ്ഥത പല ഭാഗത്തു നിന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനകത്തു നിന്നുമുണ്ട്, കോൺഗ്രസിന് പുറത്തു നിന്ന് മറ്റു ഘടകകക്ഷികൾക്കിടയിൽ നിന്നും ഉണ്ട്. ഒപ്പം കോൺഗ്രസ് അണികളിൽ നിന്നും ഗവൺമെന്റിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നിരവധിയായ എതിർപ്പുകൾ വരുന്നുണ്ട്. നിലവിൽ ഏറ്റവും വലിയ ദയനീയം എന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ കാര്യത്തിൽ തന്നെയാണ്. UDFിലെ ഏറ്റവും വലിയ ഘടകകക്ഷി അത് മുസ്ലിം ലീഗാണ്. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ UDFിനകത്ത് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ലീഗിന് UDFിനകത്ത് നിലവിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കാരണം അത്യാവശ്യം MLA-മാർ സ്വന്തമായിട്ട് കൂടെയുള്ളത് കൊണ്ട് ലീഗ് കൂടെ ഇല്ലെങ്കിലും സംസ്ഥാനം ഭരിച്ചു കളയാം എന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിന് പോലും ഈ മുന്നണിക്കകത്ത് കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിലവിൽ വന്നു ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, ലീഗ് വലിയൊരു ഗതികേടിലാണ് ചെന്ന് പറ്റിയിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ചതായ നിരവധി ആശയങ്ങളുണ്ടായിരുന്നു. ആ ആശയങ്ങൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ, വിശിഷ്യ മലബാറിൽ ഒരു സാമുദായിക സമവാക്യം ഉരുത്തിരിഞ്ഞതും അങ്ങനെ ഒരു മത ധ്രുവീകരണം സംഭവിച്ചതും അങ്ങനെ ധ്രുവീകരിക്കപ്പെട്ട വോട്ടുകളൊക്കെ തന്നെ UDFിന്റെ പെട്ടിയിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ സീറ്റും, അതുപോലെ ലീഗ് മത്സരിച്ച മിക്ക സീറ്റുകളും, പൊതുവെ UDFുകാരുടെ സീറ്റുകളും ഒക്കെ വളരെ നിഷ്പ്രയാസം അവർക്ക് ജയിച്ചു പോരാൻ സാധിച്ചത്. ഏതായാലും ലീഗിന്റെ 4 മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ട്. ലീഗിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ഈ 4 മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കും. അവർ അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടും ഉണ്ട്. പക്ഷെ നിലവിൽ ലീഗിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണ് എന്ന് വെച്ചാൽ, ലീഗിന്റെ മന്ത്രിമാരൊന്നും തന്നെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പറയുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്, അവരുടെ ഇച്ഛക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് മുമ്പ് വെച്ചിട്ടുള്ള ചില ആശയങ്ങളുണ്ടായിരുന്നു, ചില രാഷ്ട്രീയ ആദർശങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയപരമായ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, സമീപനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പഴയ LDF ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരമാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ടായിരുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റി എന്ന് പറഞ്ഞ് ഒരു വലിയ വിവാദം ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയും ഗവൺമെന്റും വെള്ളാപ്പള്ളിയുടെ ആളുകളാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും വെള്ളാപ്പള്ളി തികഞ്ഞ വർഗീയവാദിയാണ് എന്ന് പറയുകയും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളൊക്കെ വലിയ തോതിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഉയർത്തി കാണിക്കുകയും അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയുടെയും മകന്റെയും കൂട്ടുകാരുടെയും ഒപ്പമാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ജനസമൂഹത്തിന് ഒന്നടങ്കം LDFിനെ എതിരാക്കി തിരിക്കാൻ ലീഗിന് സാധിച്ചത്, ഒപ്പം UDFിനും സാധിച്ചത്. അവിടെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നിരവധി വാദമുഖങ്ങളുണ്ട്. ഒന്ന്, LDF സർക്കാർ ഇതാ PMശ്രീ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ PMശ്രീ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അറബിക്കടലിൽ എറിയും എന്ന് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ്, അതായത് KM ഷാജി, നിരവധിയായ വേദികളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതങ്ങനെ. പിന്നെ തീരമണൽ ഖനനത്തിന്റെ പ്രശ്നം, അത് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരിക്കലും നടപ്പിലാക്കുകയില്ല എന്നും അവർ പറയുന്നു. കേരള സംസ്ഥാനത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞുണ്ടാക്കി. അത് ഞങ്ങൾ വന്നാൽ ഇല്ലാതാക്കും എന്നും അവർ പറഞ്ഞു. ഒപ്പം സർവകലാശാലകളിലെ VC-മാരുടെ നിയമനം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരു വർഗീയമായ മുതലെടുപ്പിന് വേണ്ടി അന്ന് ലീഗും
കോൺഗ്രസും അടക്കമുള്ള UDF സംവിധാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രമം ഫലം കണ്ടു. മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷകൻ അത് VD സതീശനാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു. അങ്ങനെയൊക്കെയാണ് UDF അധികാരത്തിൽ വന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയായതും ഇങ്ങനെയുള്ള ലീഗിന്റെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ലീഗിന് 4 മന്ത്രിമാരെയും മന്ത്രിസഭയിൽ ലഭിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കെ ഇപ്പോൾ ലീഗിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് ലീഗ് പറയുന്നിടത്ത് ലീഗിന്റെ മന്ത്രിമാർ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ലീഗിന്റെ അന്നത്തെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് അവരുടെ മന്ത്രിമാരൊക്കെ തന്നെ പോകുന്നത്. എന്ത് പറഞ്ഞാണോ തങ്ങൾ വോട്ട് നേടിയത് അതിന് കടക്കവിരുദ്ധമായ പ്രവൃത്തികളാണ് ലീഗിന്റെ മന്ത്രിമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം PM ശ്രീ തന്നെയാണ്. PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കും എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ KM ഷാജിയും വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീനും ഒക്കെ പറഞ്ഞു കടന്നു. ഇത് LDF സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് മറ്റു നിവൃത്തികളില്ല, ഞങ്ങളിത് നടപ്പിലാക്കുകയാണ് എന്നാണ് ഇവരുടെ വാദം. പക്ഷെ LDF സർക്കാർ ഒരു ധാരണാപത്രത്തിൽ മാത്രമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അത് മരവിച്ചു നിൽക്കുകയുമാണ്. അതൊരിക്കലും നടപ്പിലാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ല. പക്ഷെ ഈ ഒരു ഒപ്പിട്ടു എന്നൊരു സാങ്കത്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയെടുക്കാനാണ് ലീഗിന്റെ മന്ത്രിമാർ തന്നെ ശ്രമിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി VD സതീശന്റെ പിന്തുണയുമുണ്ട്. തൊട്ടു പിന്നാലെയാണ് VC-മാരുടെ നിയമനം വരുന്നത്. കഴിഞ്ഞ LDF സർക്കാരിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. LDF സർക്കാർ മുൻകൈ എടുത്താണ് സർവകലാശാലയിലെ VC-മാരെയൊക്കെ നിയമിക്കുന്നത്. അങ്ങനെ നിയമിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും RSSകാരാണ്, സംഘപരിവാറുകാരാണ്. ഇതിന് ഒത്താശ ചെയ്യുന്നത് LDF ആണ് എന്നാണ് അന്നത്തെ UDFകാരൊക്കെ പറഞ്ഞു നടന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാർ. പക്ഷെ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു വകുപ്പുകളിലേക്ക് ഓരോ നിയമനങ്ങളും വരുമ്പോൾ നിയമനം നേടുന്നവരൊക്കെ തന്നെ സംഘപരിവാറുകാരാണ്. ഈ സംഘപരിവാറുകാരെ നിയമിക്കുന്നത് തന്നെ KM ഷാജിയെ പോലെയുള്ള ലീഗ് മന്ത്രിമാരാണ്. എന്ന് പറഞ്ഞാൽ ലീഗിന്റെ നയം ഒരു വഴിക്ക്, അത് നടപ്പിലാക്കുന്ന മന്ത്രിമാരുടെ നയം മറ്റൊരു വഴിക്ക്. എന്ന് പറഞ്ഞാൽ ലീഗിന് കീഴ്പ്പെട്ടുകൊണ്ടല്ല ലീഗിന്റെ മന്ത്രിമാർ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മറിച്ച് VD സതീശനാണ് അവരുടെ തലതൊട്ടപ്പോൾ. VD സതീശൻ പറയുന്നതിനനുസരിച്ചാണ് ഈ ലീഗിന്റെ മന്ത്രിമാർ നിലവിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ നേതാവ് നിലവിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളല്ല, മറിച്ച് സാക്ഷാൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ്. ഇപ്രകാരം ലീഗിന്റെ മന്ത്രിമാര് തങ്ങളുടെ ചൊൽപ്പടിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ അടിയന്തര യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ലീഗ് മന്ത്രിമാരുടെ പോക്കിലുള്ള അതൃപ്തി രേഖപ്പെടുത്തും എന്നതിനപ്പുറം ഈ മന്ത്രിമാരുടെ തങ്ങളുടെ വഴിക്ക് വരുത്താനോ പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിർത്താനോ ലീഗിന്റെ നേതൃത്വത്തിനോ ലീഗിന്റെ പ്രവർത്തകർക്കോ സാധിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രഹസനം മാത്രമായിട്ട് അവസാനിക്കാനാണ് സാധ്യത. അപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ നിയമനങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ വന്നു ചേരുന്നത് സംഘപരിവാറുകാരാണ് എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് രത്തൻ കേൽക്കർ എന്ന് പറയുന്ന RSSകാരനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനാണ്. തികഞ്ഞ കറകളഞ്ഞ RSSകാരനാണ്. മോദി ആൻഡ് കമ്പനിക്കും തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ ആവശ്യമായ ഒത്താശകളും കുതന്ത്രങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള രത്തൻ കേൽക്കറാണ് നിലവിൽ VD സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതേതര കാഴ്ചപ്പാട് നിലവിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ലീഗുകാർക്ക് മനസ്സിലായി, അല്ലാത്തവർക്കും മനസ്സിലായി, രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാത്ത ആളുകൾക്കും മനസ്സിലായി. തുടർന്നാണ് നിരവധിയായ VC-മാരുടെ വരവ്.
ഈ വിസിമാരൊക്കെ തന്നെ കര കളഞ്ഞ RSSകാരാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഭരണഘടനകളോടുള്ള എതിർപ്പ് UDF-നകത്ത് പുകഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുള്ളവരും ലീഗിനകത്തുണ്ട്, മറ്റു ഘടകകക്ഷികൾക്കുമുണ്ട്. പക്ഷെ ഇവരുടെ എതിർപ്പിനൊന്നും നിലവിൽ ഒരു ശക്തിയില്ല. നിലവിൽ UDF എന്ന് പറയുന്ന സംവിധാനം കൺട്രോൾ ചെയ്യുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി പോലുമല്ല, മറിച്ച് VD സതീശൻ എന്ന് പറയുന്ന ഒരൊറ്റ സ്വേച്ഛാധിപതിയായ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നിടത്തെ കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം തന്നെ അറിയാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ളത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ്. അദാനിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി കയ്യോടെ പിടിക്കും എന്ന് വന്ന ഘട്ടത്തിലാണ് ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയായ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയ ആ ഉദ്യോഗസ്ഥയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദാനിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അങ്ങനെ നിലവിൽ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ മൂലാമാലങ്ങളെല്ലാം തുടർന്ന് വന്ന സാഹചര്യത്തിൽ പല പൊട്ടിത്തെറികളും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ട വിധം ഇതുവരെ മനസ്സിലാകാതെ പോയിട്ടുണ്ട്. കാരണം ഇത് മറച്ചു പിടിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഒതുക്കി നിർത്തുന്നതിൽ കേരളത്തിലെ മാപ്രകളും ഒക്കെ വലിയ പങ്കും വഹിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ KSU പൊട്ടിത്തെറിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് വിശദമായ വിമർശനവുമായിട്ട് KSU രംഗത്ത് വന്നിട്ടുണ്ട്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പലവട്ടം VD സതീശനുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതിന് VD സതീശൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. തന്നെ കണ്ട് സംസാരിക്കാനുള്ള ഒരു അനുവാദം ഇതുവരെ ഈ നിമിഷം വരെയും മുഖ്യമന്ത്രി ഈ അലോഷ്യത്തിന് കൊടുത്തിട്ടില്ല. മറിച്ച് അദ്ദേഹം ഇതിനെ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്: ഗവൺമെന്റിന്റെ പ്ലീഡർ നിയമനം, മറ്റു നിയമനങ്ങൾ അതൊക്കെ കേരള ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ്, പ്രഖ്യാപനങ്ങളാണ്, നയങ്ങളാണ്. ഇത് തീരുമാനിക്കുന്നത് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഒന്നുമല്ല. ഈ പ്ലീഡർ നിയമനത്തിലോ VC നിയമനത്തിലോ ഒക്കെ KSUവിന് എന്താണ് കാര്യം എന്ന മറു ചോദ്യമാണ് ഈ വിമർശനം ഉന്നയിക്കുന്ന KSU നേതാക്കന്മാരോട് VD സതീശൻ ചോദിക്കുന്നത്. ഏതായാലും പുതിയ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തങ്ങളുടെ എതിർപ്പ് സമരത്തിലൂടെ തന്നെ പ്രകടിപ്പിക്കും എന്ന് KSUവിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനി എത്തരത്തിലാണ് മുന്നോട്ട് പോവുക എന്ന് കണ്ടു തന്നെ അറിയും. KSUവിനും ഈ കാര്യത്തിൽ ചില ഇരട്ടത്താപ്പുകളുണ്ട്. കാരണം ഗവൺമെന്റ് നടത്തിയതായ നിരവധിയായ നിയമനങ്ങളുടെ കാര്യത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും തന്നെ വന്നിട്ടുണ്ട്. ഇതുവരെ ഈ കാര്യങ്ങളിലൊക്കെ മൗനം അവലംബിച്ചവരാണ് ഈ KSUക്കാർ. അതായത് നിരവധിയായ RSS ഭക്തന്മാർ, RSSന്റെ ശക്തരായ പ്രവർത്തകർ VCമാരായിട്ടും ഗവൺമെന്റിന്റെ വിവിധ സത്യകളിലെ ജോലിക്കാരായിട്ടും താക്കോൽ പ്രതികൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുമൊക്കെ നിലവിൽ വന്നപ്പോൾ, നിയമിക്കപ്പെട്ടപ്പോൾ ഈ KSUക്കാരൊന്നും മിണ്ടിയില്ല. അവരൊക്കെ മൗനം അവലംബിച്ചു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവർ മൗനം ഭഞ്ചിക്കാൻ കാരണം എന്ന് പറയുന്നത് പഴയ SFIക്കാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഗവൺമെന്റിന്റെ ഒരു പ്ലീഡറായി നിയമിച്ചു എന്ന കാര്യം വന്നപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ SFI അനുഭാവിയായിരുന്ന അല്ലെങ്കിൽ SFI പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി ഗവൺമെന്റ് പ്ലീഡറായിട്ട് വന്നതാണ് നിലവിൽ KSUക്കാരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മുമ്പ് വിവിധ താക്കോൽ സ്ഥാനങ്ങളിൽ RSSകാർ വന്നതോ സംഘപരിവാറുകാർ വന്നതോ ഇവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ ഇവർ മൗനം അവലംബിച്ചു. പക്ഷെ ഏറ്റവും ഒടുവിൽ പഴയൊരു SFIക്കാരിയാണ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പ്ലീഡറായിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ അത് KSUക്കാർക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അതൊരിക്കലും വകവെച്ച് കൊടുക്കുകയില്ല എന്നുള്ളതാണ് KSUവിന്റെ ഒരു നിലപാട്. അതായത് ഗവൺമെന്റിന്റെ വിവിധ സ്ഥാനമാനങ്ങളിൽ RSSകാരും സംഘപരിവാറുകാരും ഒക്കെ വന്ന് നെയ്യുന്നതിൽ
കേശവനോ യൂത്ത് കോൺഗ്രസിനോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ പഴയ SFIക്കാരനാണ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഒരു പ്ലീഡറായിട്ട് വരുന്നതാണ് ഇവർക്ക് പ്രശ്നം. ഒരു പ്ലീഡർ എന്ന് പറയുമ്പോൾ അത് വെറുതെ വരുന്നതല്ലല്ലോ. അത് ശുപാർശകളുടെ അടിസ്ഥാനത്തിലും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും വരുന്നതാണ്. അവിടെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യോഗ്യതയാണ്. യോഗ്യത ഇല്ലാത്തവരാണല്ല വരുന്നത്, യോഗ്യതയുണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയപരമായ ആദർശങ്ങൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന പെണ്ഡലം നോക്കിയാണ് ഇതിനെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതും. ഏതായാലും സംഘപരിവാറുകാർ പ്ലീഡറുമായി വരുന്നതിലോ ഗവൺമെന്റിന്റെ വിവിധ തസ്തികകളിൽ വരുന്നതിലോ ഗവൺമെന്റിന്റെ ഉപദേശകരായിട്ട് വരുന്നതിലോ ഒന്നും KSUവിനും കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും ഒന്നും എതിർപ്പില്ല. പക്ഷേ CPIMനോട് അനുഭാവമുള്ള SFIയോട് അനുഭാവം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സ്ഥാനത്ത് വരുന്നതാണ് ഇവരെ സംബന്ധിച്ച് പ്രശ്നം. നിലവിൽ അതിന്റെ പേരിലാണ് VD സതീശനുമായിട്ട് KSU ഇടഞ്ഞ് നിൽക്കുന്നത് എന്നർത്ഥം.